ഈ നേവിയുടെ പരിശോധന വലിയ തോതിൽ നടക്കുന്നുണ്ട്. കാലാവസ്ഥ വളരെ അനുകൂലമായാണുള്ളത്. രാവിലെ ശക്തമായ മഴ പെയ്തെങ്കിലും ഇപ്പോൾ അനുകൂല കാലാവസ്ഥയുണ്ട്. ഏതെങ്കിലും തരത്തിൽ തിരച്ചിലിന് തടസ്സമുണ്ടാകുന്ന കാലാവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ പ്രതീക്ഷയുണ്ട്. അർജുനെ കണ്ടെത്താനാകും, അതുപോലെ തന്നെ ഈ ലോറി കണ്ടെത്താനാകും. അതിനുള്ള പരിശ്രമമാണ് ഊർജിതമായി നടക്കുന്നത്. നേവിയുടെയും ഒപ്പം കരസേനയുടെയും NDRFന്റെയും പോലീസിന്റെയും എല്ലാ സംയുക്തമായുള്ള ഒരു തെരച്ചിലാണ് നടക്കുന്നത്. ഏതായാലും നേരത്തെ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാകുമ്പോൾ കാണാത്ത രീതിയിൽ വലിയ തോതിലുള്ള തെരച്ചിൽ ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ, അതായത് എട്ടാം ദിവസത്തിലാണ് സൈന്യം എത്തുന്നതും. ഏതായാലും ആ രീതിയിൽ വലിയ തോതിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഏത് സമയത്തും നമ്മൾക്ക് ആ വാർത്ത കേൾക്കാൻ പറ്റും. അത് ആദ്യം തന്നെ ഇവരുടെ കുടുംബത്തിൽ ഒപ്പം അർജുനായി പ്രാർത്ഥിക്കുന്ന കേരളത്തിലെ ഓരോ ആൾക്കാർക്ക് മുന്നിലും എത്തിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ എനിക്ക് ഈ കാണുന്നത് പോലീസ് ഇവിടെ ബാരിക്കേഡ് വെച്ച് തടയുന്നതാണ്. ഇതിനപ്പുറം ആരെയും തന്നെ കടത്തിവിടുന്നില്ല. ഇതിന് തൊട്ട് പിറകിലായി 2 കിലോമീറ്റർ മാറിയാണ് ഈ ദുരന്ത ഭൂമി. ഏതായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഈ അല്പസമയത്തിനകം തന്നെ കാർവാർ MLA പറഞ്ഞത് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുമെന്നാണ്. ഏതായാലും നേരിട്ട് ആ സ്ഥലത്ത് എന്തൊക്കെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് പുരോഗതി ഉണ്ടെന്നൊക്കെ നമുക്ക് നേരിട്ട് കാണിക്കാൻ, ദൃശ്യങ്ങളിലൂടെ തന്നെ കാണിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ ഇവിടെ എത്തുന്നു, വിദഗ്ധരെത്തുന്നു. നേരത്തെ ആർമിയിലും നേവിയിലുമൊക്കെ ഉണ്ടായി റിട്ടയർഡ് ആയവരൊക്കെ സഹായം ഇവിടുന്ന് ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് അവരൊക്കെ സജീവമായി തന്നെ തെരച്ചിൽ നേതൃത്വം നൽകുന്നുണ്ട്. റൈറ്റ്, അതാണ് 9ാം ദിവസത്തിലും പ്രതീക്ഷ കൈവിടാതെയുള്ള തെരച്ചിൽ ആണ് നടക്കുന്നത്. നേരത്തെ ഈ രക്ഷാദൌത്യം നടന്നിരുന്ന, തെരച്ചിൽ നടന്നിരുന്ന പ്രദേശത്ത് കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുന്നില്ല എന്ന ആക്ഷേപവും പരാതിയും ഒക്കെ നിലനിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പരിഹരിക്കപ്പെടുകയാണ്. കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുന്നു. ഇന്ന് അല്പസമയം മുമ്പ് ബൂം എക്സ്കവേറ്റർ എത്തിച്ചിരുന്നു. അങ്ങനെ കൂടുതൽ വേഗത്തിൽ തെരച്ചിൽ നടത്താൻ പറ്റുന്ന സംവിധാനങ്ങൾ ഈ ഷിരൂരിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് കൂടുതൽ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നദിയിൽ വ്യാപകമായ തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഈ പ്രദേശത്ത് ചായക്കടയുണ്ടായിരുന്നു, അതിനോട് ചേർന്നൊക്കെയാണ് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നത് എന്ന് പ്രതീക്ഷിക്കുന്ന പ്രദേശം. അത് പുഴയോടും ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അവിടുത്തെ മണ്ണുകൂടി നീക്കം ചെയ്താൽ മാത്രമേ അവിടെയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ ഈ ലോറിയുടെ ഭാഗങ്ങൾ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. റഡാർ പരിശോധന ഉണ്ട്. അതോടൊപ്പം തന്നെ സോണാർ സിഗ്നൽ ലഭിച്ച പ്രദേശത്തേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഈ മണ്ണെടുത്തു മാറ്റുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, റേഡിയോ ഫ്രീക്വൻസി സ്കാനർ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലിന് ആണ് ദൗത്യം തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ വീണ്ടും ബൈജുവിലേക്ക് തന്നെ പോകുമ്പോൾ, ബൈജു, ഈ സംവിധാനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണല്ലോ നമ്മുടെ പ്രതീക്ഷ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്നത്. തീർച്ചയായും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ അത് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത്തരം നടപടികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എത്രയും പെട്ടെന്ന് അർജുനെയും ഒപ്പം ഈ ലോറിയെയും അതുപോലെ തന്നെ കർണാടകയിൽ സ്വദേശികളായ ഇവിടെ കാണാതായവരെയും കണ്ടെത്തുക. മറ്റാരെങ്കിലും ഈ തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ ഇതൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ചായക്കട, ആ ചായക്കടയിലുണ്ടായിരുന്ന 7 പേരാണ് ഇത്തരത്തിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ആ 7 പേരുടെ മൃതദേഹം ചൊവ്വാഴ്ച ആ അപകടം നടന്ന ദിവസം തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. പിന്നീട് തെരച്ചിൽ മന്ദഗതിയിലായിരുന്നു. ആദ്യ 3-4 ദിവസം വലിയ തോതിലുള്ള തെരച്ചിലും നടന്നില്ല. ഏതായാലും നിരന്തരമായ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആ സംഭവ സ്ഥലത്തെത്തി തത്സമയം നമ്മൾ ആ ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് ഉൾപ്പെടെ ഈ അർജുനായി കാത്തിരിക്കുന്നവർക്കായി നമ്മൾ എത്തിച്ചുകൊണ്ടേയിരുന്നു. ആ മന്ദഗതിയിലുള്ള ഇത്തരത്തിലുള്ള തിരച്ചിൽ പിന്നീട് വലിയ തോതിൽ വാർത്തയായതോടെയാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ 7ാം നാൾ കണ്ടത്. 8ാം നാൾ സൈന്യം കൂടി രംഗത്തെത്തിയതോടെ കരയിലെ മുഴുവൻ മണ്ണും നീക്കം ചെയ്യാൻ സാധിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ സൈന്യം എത്തിയപ്പോൾ കരയിലെ മണ്ണ് മുഴുവൻ നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് വലിയ തോതിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തുന്നു, ശിരൂരിലെത്തുന്നു. അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നു. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുടെ ഓരോ മണിക്കൂറുകളാണ്. നമ്മൾക്ക് നല്ലൊരു വാർത്ത, അതായത് അർജുനെയും ഈ ലോറിയും കണ്ടെത്തിയും എന്ന നല്ലൊരു വാർത്ത നമ്മൾ ഓരോ മണിക്കൂറിലും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ അതിന് തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. ജനപ്രതിനിധികൾ അവിടെ AK
എം അഷ്റഫ് ഉൾപ്പെടെ കാർവാർ MLA ഉൾപ്പെടെ സംഭവ സ്ഥലത്ത് ഉണ്ട്. അത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ ഏത് സമയത്തും നമുക്ക് കാത്തിരിക്കുന്ന പ്രതീക്ഷിക്കുന്ന ആ വാർത്ത നമുക്ക് ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും ഇവിടെ തുടരുന്നത്. എന്തായാലും അർജുനെ കണ്ടതിന് ശേഷം അർജുനെയും കൊണ്ട് തിരിച്ചു പോകും എന്ന് പറഞ്ഞ് ഒരുപാട് പേർ ഇവിടെയുണ്ട്. കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി പേർ ഇത്തരത്തിലെത്തിയിട്ടുണ്ട്. എന്തായാലും അതിനുള്ള അവസരം ഉടൻ ഉണ്ടാകുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അതിനായുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ തുടരുന്നതും. അഭിലാഷ്, തീർച്ചയായും